Good evening, all. Happy New Year. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻകം ടാക്സ് ആക്ടിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് പുതിയ വർഷമാണെങ്കിൽ എൻ്റെ വോയിസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നേരത്തെ ഓഡിബിൾ എന്തോ ആണ് സർ. വോയിസിൽ നിമിഷം സംസാരിക്കുമ്പോൾ വോയിസിൽ എന്തോ ഇഷ്യൂ പറഞ്ഞിരുന്നു. ഇപ്പോൾ എൻ്റെ വോയിസിൽ വല്ല ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് പറയണം. ഓക്കെ. നമുക്ക് ഇൻകം ടാക്സ് ആക്ട് 2025 ആണ് ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഏപ്രിൽ തൊട്ടിട്ട് നിലവിൽ വരുന്നത്. നമ്മളെ സംബന്ധിച്ച് ടാക്സ് പ്രൊഫഷണൽസ്, അതേപോലെ അക്കൗണ്ടിങ്, ഫിനാൻസ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളവർക്ക് ന്യൂ ഇയർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 തീയതിയാണ്. അപ്പൊ നമ്മളുടെ ന്യൂ ഇയർ ആവാൻ പോകുന്നുള്ളൂ. ന്യൂ ഇയറിൽ നമുക്ക് പുതുവത്സരത്തിൽ വരാവുന്ന ആദ്യത്തെ തന്നെ ഒരു പ്രസന്റ് ആണ് ഇൻകം ടാക്സ് ആക്ട് 2025. നമുക്കിവിടെ പുതിയ ഇൻകം ടാക്സ് ആക്ട് എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ എന്താണ് അതിനുള്ള ഒരു റീസൺ, പുതിയ ഇൻകം ടാക്സ് ആക്ട് വരാനുള്ള റീസൺ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് പോവാം. ഞാനൊരു ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻകം ടാക്സ് ആക്ട് 2025, പുതിയ ഇൻകം ടാക്സ് ആക്ടിനെ കുറിച്ച് ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ഐഡിയ തരാന്നുള്ളതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ചെറിയ സ്ട്രക്ചറൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അതിൽ വരുത്തിയുള്ളതിൽ ബ്രോഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് ഇൻകം ടാക്സ് ആക്ട് 2025 ആവശ്യകത വന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ 1961 ഇൻകം ടാക്സ് ആക്ടിൽ ഉണ്ടായിരുന്ന കോംപ്ലക്സിറ്റീസ് ആണ്. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇൻകം ടാക്സ് ആക്ടിൽ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രൂസോസും ഒരുപാട് എക്സ്പ്ലനേഷൻസും അതിനോട് കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ആവശ്യകത വന്നുള്ള വെച്ചാൽ ആക്ട് ഒരു 60 കൊല്ലം മുമ്പ് എനാക്ട് ചെയ്തുള്ള ഒരു ആക്ട് ആയതുകൊണ്ട് ആ ആക്ടിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ആ ചേഞ്ചസ് സബ്സിക്വന്റ് ആയിട്ടാണ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ആ സബ്സിക്വന്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യുമ്പോൾ അത് ആ സെക്ഷനിൽ തന്നെ പലതും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് പലപ്പോഴും അതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്, സോറി 1 മിനിറ്റ് ഞാൻ സ്ലൈഡ് ഒന്ന് ശരിയായിക്കോട്ടെ. പലത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിസോഴ്സും എക്സ്പ്ലനേഷൻസും ആയിട്ടാണ്. ഇത് കാരണം ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പിന്നീട് മാറി. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ട് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മുമ്പത്തെ 1961 ആക്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്, ഒരു ഇന്ററാക്റ്റീവ് ആക്കാനും കൂടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ് ബോക്സിൽ പറയാം 1961 ആക്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. നമുക്ക് ഇൻകം ടാക്സ് ആക്ടിന്റെ 1961 ആക്ട് ഒരു 60 കൊല്ലം മുമ്പ് ഇനാക്ട് ചെയ്തിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു. 1/4/1962 തൊട്ടിട്ടാണ് ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വന്നുള്ളത്. ഈ ഇൻകം ടാക്സ് ആക്ടിൽ ഒരുപാട് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അമെന്റ്മെന്റ്സ് വന്നതിന്റെ ഭാഗമായിട്ടുള്ള കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ലിമിറ്റേഷൻസ് ആയിരുന്നു. അപ്പൊ ഇൻകം ടാക്സ് ഫിനാൻസ് ആക്ട് 2025 അവതരിപ്പിക്കുന്ന സമയത്ത് ഫിനാൻസ് മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞിരുന്നു, നമുക്കൊരു പുതിയ ഇൻകം ടാക്സ് ബില്ല് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ആ പുതിയ ഇൻകം ടാക്സ് ബില്ലിൽ നമ്മളുടെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ഇല്ലെങ്കിലും അതിൽ ലാംഗ്വേജ് കുറേയും കൂടി സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഇൻകം ടാക്സ് ബില്ല് കൊണ്ടുവരുന്നതിനെ കൊണ്ട് സംസാരിച്ചിരുന്നു. ഇൻകം ടാക്സ് ബില്ല് 2 പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ സെലക്ട് കമ്മിറ്റിക്ക് വിടാനുണ്ടായത്. അപ്പൊ സെലക്ട് കമ്മിറ്റി അതിലൊരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടും കണ്ടക്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരുപാട് അമെന്റ്മെന്റ്സ് വന്നതിന് ശേഷം ഓഗസ്റ്റ് 2025 ഇൻകം ടാക്സ് ബിൽ വീണ്ടും പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതും അത് പാസ്സാക്കുന്നതും. ഓഗസ്റ്റ് 21 പുതിയ ഇൻകം ടാക്സ് ആക്ടിന് പ്രസിഡന്റിന്റെ അസന്റ് കിട്ടി. ഇനി നമുക്ക് പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1, 2026 2026 തൊട്ടിട്ട് നമ്മൾ പുതിയ ഇൻകം ടാക്സിനെ വെൽക്കം ചെയ്യാൻ പോവുകയാണ്. പുതിയ ഇൻകം ടാക്സ് അപ്ലിക്കബിൾ ആവാൻ പോവുകയാണ്. ഇൻകം ടാക്സ് റൂൾസ് സബ്സിക്വന്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്യുള്ളൂ. നമുക്ക് ഇൻകം ടാക്സ് റൂൾസ് ഇതുവരെ വന്നിട്ടില്ല. ഇൻകം ടാക്സ് റൂൾസ് നോട്ടിഫൈ ചെയ്യാൻ ചിലപ്പോൾ ഈ ഒരു മാസങ്ങളിലോ അടുത്ത മാസങ്ങളിലൊക്കെ ഇൻകം ടാക്സ് റൂൾസ് നോട്ടിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് 1961 റൂൾസ് നോക്കിക്കഴിഞ്ഞാലും ആക്ട് 1961 ആണെങ്കിൽ 1962 റൂൾസ് നോട്ടിഫൈ ചെയ്തുള്ളത്. അപ്പോൾ ചെറിയൊരു ടൈം ലാഗ് ഉണ്ട് അതിൽ. അപ്പോൾ അത് ഇൻകം ടാക്സ് ആക്ട് 2025 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
എന്തുകൊണ്ട് ഇൻകം ടാക്സ് ആക്ട് വന്നു 25 വന്നു എന്നുള്ളതിന് റീസൺ ആണ് ഈ കാണുന്ന ഒരു 5 റീസൺ ആണ് ബേസിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, നമുക്ക് അതിന്റെ സിംപ്ലിഫിക്കേഷൻ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. 1961 ഇത്തിരി കോംപ്ലിസിറ്റി ഉണ്ടായിരുന്നത് 25 കുറച്ച് സിംപ്ലിഫൈ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പുതിയ ആക്ട് കൊണ്ടുവന്നുള്ളത്. 1961 നമ്മളുടെ എക്കോണമിയുടെ ഡെവലപ്മെന്റിനായാലും ഓവറോൾ ടാക്സ് ഗവേണൻസിനായാലും ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഈ 60 കൊല്ലത്തിന്റെ ഉള്ളിൽ നമ്മുടെ എക്കോണമി ഇത്രയ്ക്ക് ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് ആക്ട് വലിയൊരു രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ആക്ട് എനാക്ട് ചെയ്തുള്ളത് കമ്പ്യൂട്ടേഴ്സ് ഇല്ലാത്ത സമയത്തും അതുപോലെ ഇന്റർനെറ്റ് ഇല്ലാത്ത സമയത്തും അതുപോലെ ഫേസ്ലെസ് അസസ്മെന്റ് ഇപ്പൊ നടക്കുന്ന ഒന്നും ഇല്ലാത്ത സമയത്തായിരുന്നു ഈ ആക്ട് ഇനാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് കൊണ്ടുവരേണ്ട ആവശ്യം പുതിയ ഇൻകം ടാക്സ് ആക്ടിൽ ഉണ്ട്. അപ്പൊ അത് കൂടാതെ ലാംഗ്വേജിന്റെ ഉള്ള കോംപ്ലിസിറ്റിയും ഒരുപാട് പ്രൊവിസോസും ഒരുപാട് എക്സ്പ്ലനേഷൻസും സെക്ഷൻസിൽ ഉണ്ടായിരുന്നത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയിട്ടും കൂടാണ് ഈ ആക്ടിലുള്ള അമെന്റ്മെന്റ്സ് കൊണ്ടിട്ടുണ്ടായിട്ടുള്ളത്. പിന്നെ കുറെ സിംപ്ലിഫൈഡ് ടേംസ് അല്ലെ ന്യൂ ടേംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൂടി. പുതിയ ഇപ്പോ വെർച്വൽ ഡിജിറ്റൽ അസെറ്റ്സ്, ഇതൊക്കെ പുതിയ ടേംസുകളാണ്. അങ്ങനെ പല പുതിയ ടേംസ് നമുക്ക് പല പഴയ ആക്ടില് ഉണ്ടായിരുന്നെങ്കിലും സബ്സിക്വന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പലതുണ്ടെങ്കിലും പല പുതിയ ടേംസും ഇതിൽ പുതിയ ആക്ടുകളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. ഈ ഒരു VDA മാത്രമല്ല, ഒരു ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിങ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ 60 കൊല്ലത്തിന്റെ ഉള്ളിൽ വന്നുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ആ മോഡേൺ ടേംസുകൾ കുറെ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈസ് ഓഫ് കംപ്ലയൻസ്, നമുക്ക് എപ്പോഴും അസസി ഫ്രണ്ട്ലി ആയിരിക്കണം നമ്മളുടെ ആക്ടുകളൊക്കെ. അപ്പോൾ ഈ കംപ്ലയൻസിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു 1961. പുതിയ ആക്ടില് കംപ്ലയൻസ് കുറെ കൂടി ഈസി ആക്കാൻ വേണ്ടി ലാസ്റ്റ് ഒരു 4-5 കൊല്ലമായിട്ട് ഇൻകം ടാക്സിന്റെ കംപ്ലയൻസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അസസ്മെന്റ് റിലേറ്റഡ് ആയിട്ട് ഫേസ്ലെസ് അസസ്മെന്റ് വന്നതിന് ശേഷം നമുക്ക് കുറെ കൂടി ഓഫീസിൽ അസസിംഗ് ഓഫീസറെ മീറ്റ് ചെയ്യാതെ അസസിംഗ് ഓഫീസറെ ഹാരാസ്മെന്റ് ഒഴിവാക്കി നമുക്ക് നേരിട്ട് ഫേസ്ലെസ് ആയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിക്കും വന്നിട്ടുണ്ട്. പക്ഷെ അത് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ITA ആക്ട് 2025 ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഗവൺമെന്റ് എയിം എന്താ വെച്ചാൽ ബെറ്റർ അഡ്മിനിസ്ട്രേറ്റീവ് കംപ്ലയൻസ് തന്നെയാണ്. അവർക്ക് ടാക്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ബെറ്റർ അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസം ഉണ്ടാക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ഇൻകം ടാക്സ് ആക്ട് 2025 ഒരു റീസൺ. പിന്നെ ചെറിയൊരു സ്ട്രക്ചറൽ റാഷണലൈസേഷൻ നടന്നിട്ടുണ്ട്. അത് ചില ചാപ്റ്റേഴ്സ് കൺസോൾഡേറ്റ് ചെയ്യും ഡിവൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പല പല ചാപ്റ്റേഴ്സിലായിട്ട്. ആ ചാപ്റ്റേഴ്സിന്റെ സൈഡിലേക്ക് വരുമ്പോൾ ഞാനത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ഇൻകം ടാക്സ് ആക്ട് 1961 നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്യുന്ന കംപ്ലയൻസ് ഇഷ്യൂസ് എന്തൊക്കെയാണ് ഇൻകം ടാക്സ് ആക്ട് 2025 ആ ഇഷ്യൂസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യാം. എന്തൊക്കെയാണ് ഇഷ്യൂസ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഫീൽ ചെയ്തിരുന്നുണ്ടെങ്കിൽ. ഇനി മേജർ വേരിയേഷൻസ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇൻകം ടാക്സ് ആക്ടില് പഴയ ഇൻകം ടാക്സ് ആക്ടില് 819 സെക്ഷൻസ് ഇഫക്റ്റീവ് സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. 819 ഇഫക്റ്റീവ് സെക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ ഇൻകം ടാക്സ് ആക്ടില് അത് 536 സെക്ഷൻസ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെക്ഷൻസിന്റെ എണ്ണം വളരെയധികം കുറച്ചിട്ടുണ്ട്. ഇത് കൂടാതെ 47 ചാപ്റ്റേഴ്സിലായിട്ടായിരുന്നു ഈ സെക്ഷൻസ് കൊടുത്തിരുന്നത്. ഈ 47 ചാപ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന സെക്ഷൻസിനെ ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറച്ചിട്ട് 23 ചാപ്റ്റേഴ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ടിന് തന്നെ ഒരു 14 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. 1961 ആക്ടിന് ഒരു 14 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. ആ ഷെഡ്യൂൾസിന്റെ എണ്ണം പക്ഷെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഇൻകം ടാക്സ് ആക്ട് 2025. അതിന് റീസൺ ഉണ്ട്. പല സെക്ഷനിൽ ഉണ്ടായിരുന്ന പ്രൊവിസോസും എക്സ്പ്ലനേഷൻസും കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഈ ഷെഡ്യൂൾസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഷെഡ്യൂൾസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. ഇൻകം ടാക്സ് ആക്ടിന്റെ സൈസ് തന്നെ ഒരുപാട് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് വേർഡ്സ് നോക്കി കഴിഞ്ഞാൽ അറിയാം. 5,12,000 വേർഡ്സ് ആണ് ഉണ്ടായിരുന്നത്. ആ വേർഡ്സ് 2,60,000 വേർഡ്സ് ആയിട്ട് കുറയ്ക്കാൻ പുതിയ ഇൻകം ടാക്സ് ആക്ടില് പറ്റിയിട്ടുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നുള്ളത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഏരിയയും കൂടിയായിരുന്നു. അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞുള്ള ഒരു ടേംസും പ്രീവിയസ് ഇയർ എന്നുള്ള ടേമും പലർക്കും ഈ ഫിനാൻസ് ആയിട്ടും ടാക്സേഷനായിട്ടും അധികം ബന്ധമില്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഏരിയ ആയിരുന്നു ഈ അസസ്മെന്റ് പ്രീവിയസ് ഇയറും.
ഇപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അസസീസിനുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുതിയ ഇൻകം ടാക്സ് ആക്ടില് ടാക്സ് ഇയർ എന്നുള്ള കൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നുള്ളത്. ടാക്സ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ്. ഏപ്രിൽ 1 തൊട്ട് തുടങ്ങുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ മാർച്ച് 31 അവസാനിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടാക്സ് ഇയർ നമുക്ക് വരുന്നത് 26-27 ആണ്. അപ്പോൾ 1-4-2026 തൊട്ട് മാർച്ച് 31-2027 വരെയുള്ള പീരീഡ് ആണ് പുതിയ ഇതിൽ ഒരു ടാക്സ് ഇയർ ആയിട്ട് കണക്കാക്കുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊവിസോഴ്സും എക്സ്പ്ലനേഷൻസും ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു ക്ലിയർ ലാംഗ്വേജ് ആണ് കൊടുത്തുള്ളത്. അതിൽ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടേബിൾസും ഫോർമുലാസും പുതിയ ഇൻകം ടാക്സ് ആക്ടിൽ ഉണ്ട്. അപ്പൊ കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കുറേ കൂടിയും ഈസിനെസ് ആണ്. നിങ്ങൾക്ക് 1200 പ്രൊവിസോഴ്സും 900 എക്സ്പ്ലനേഷനും അതെല്ലാം റിമൂവ് ചെയ്തു. സെക്ഷനിൽ ഉണ്ടായിരുന്ന 1200 പ്രൊവിസോഴ്സും 900 എക്സ്പ്ലനേഷൻസും റിമൂവ് ചെയ്തു. ഇനി സെക്ഷനിലേക്ക് കടക്കണക്ക് ബാക്കിൽ കടക്കണക്കിന് ആക്ടില് ഈ നേരത്തെ പറഞ്ഞിരുന്ന 47 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഈ 47 ചാപ്റ്റേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോയാൽ പുതിയ ചാപ്റ്റേഴ്സ് എങ്ങനെയാണെന്നുള്ളതൊന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് നമുക്കൊന്ന് ഒന്ന് ആയിക്കൂടെ ഒന്ന് പോവാം. ചാപ്റ്റർ 1 പ്രിലിമിനറി ആയിരുന്നു. അതിൽ മേജർ ആയിട്ടുള്ള ഒരു ഐറ്റം ഡെഫിനിഷൻ സെക്ഷൻ ആണ് ചാപ്റ്റർ 1 ഉണ്ടായിരുന്ന. ഈ ഡെഫിനിഷൻ സെക്ഷന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡെഫിനിഷന്റേക്കും ലാംഗ്വേജ് വളരെയധികം സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫൈഡ് ലാംഗ്വേജ് ആണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. കുറെ കൂടി ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലേമേനിന് കുറച്ചുകൂടി വായിച്ച ക്ലിയർ ആവാവുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. പല ടേംസും നമുക്ക് ഓരോ സെക്ഷനിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കെടുക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ആ സെക്ഷൻസിലെല്ലാം ക്രോസ് റെഫറൻസ് ചെയ്ത് സെക്ഷൻ 2 ഡെഫിനിഷൻ സെക്ഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പുതിയ ആക്ട് നിലവിൽ വന്നുള്ളത്. പിന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ ഡെഫിനിഷനിലേക്ക് നേരത്തെ പറഞ്ഞ പുതിയ ടേംസ് ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിങ്, ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സും ബുക്സ് ഓഫ് അക്കൗണ്ട് ഡെഫിനിഷനിൽ വന്നിരുന്നു. പണ്ട് ക്ലൗഡ് ബേസ്ഡ് അക്കൗണ്ടിങ് ബുക്സ് ഓഫ് അക്കൗണ്ട് ഡെഫിനിഷനിലില്ലായിരുന്നു. അതുപോലെ പ്രിന്റ് ഔട്ട് ഓഫ് ഡിജിറ്റൽ റെക്കോർഡ്സ്. അപ്പൊ നമുക്കൊരു ടാലിയിലാണ് നമ്മളുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ടാലി നിൽക്കുന്ന പ്രിന്റ് ഔട്ടും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ ഏരിയയിൽ. ചാരിറ്റബിൾ പർപ്പസിന്റെ ഡെഫിനിഷനിൽ വലിയൊരു ചേഞ്ച് വന്നുള്ളത്, അതിലൊരു പ്രൊവിസോ ഉണ്ടായിരുന്നു ചാരിറ്റബിൾ പർപ്പസിൽ. അത് എനി അതർ ഒബ്ജക്റ്റ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റിയിൽ നമുക്ക് 20% ഒക്കെ കൂടുതൽ, ടോട്ടൽ ഇൻകത്തിന്റെ 20% കൂടുതൽ എനി അതർ ഒബ്ജക്റ്റ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റി വരുന്ന ഇൻകം ആണെങ്കിൽ, കൊമേഴ്ഷ്യൽ നേച്ചറിലുള്ള ഇൻകം ആണെങ്കിൽ അത് ചാരിറ്റബിൾ പർപ്പസ് അല്ലാതെ ട്രീറ്റ് ചെയ്യും എന്നുള്ള ഒരു പ്രൊവിസോ ഉണ്ടായിരുന്നു. ആ പ്രൊവിസോ ഇപ്പോൾ വേറൊരു ചാപ്റ്റർ 17 എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. സെപ്പറേറ്റ് ചാപ്റ്റർ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷന് പുതിയ ഇൻകം ടാക്സ് ആക്ടിൽ നിലവിലുണ്ട്. പിന്നെ റിലേറ്റീവിന്റെ ഡെഫിനേഷനിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. മെറ്റേണൽ ആൻഡ് പെറ്റേണൽ, ഫാദറിന്റെ ഡിസെൻഡൻസും അസെൻഡൻസും നമ്മുടെ അതേപോലെ തന്നെ അമ്മയുടെ ഡിസെൻഡൻസും അസെൻഡൻസും റിലേറ്റീവിന്റെ ഡെഫിനേഷനിൽ കൊണ്ടുവന്നത് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പല കേസ് ലോസും അത് ഡിസ്കസ് ചെയ്തിരുന്നുണ്ടെങ്കിലും ഡെഫിനിഷനിൽ അത് ക്ലിയർ അല്ലായിരുന്നു. അപ്പൊ അത് ഒന്നും കൂടിയും പുതിയ ആക്ടിൽ ക്ലിയർ ആക്കി. ഇനി ചാപ്റ്റർ 2 വരുന്നത് ചാർജിങ് പ്രൊവിഷൻ ആണ്. അത് ചാർജിങ് പ്രൊവിഷൻ തന്നെയാണ് പുതിയ ആക്ടിലും ചാപ്റ്റർ 2. ചാപ്റ്റർ 2 അവർ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുമലാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻകത്തുമ്മലാണ് നമുക്ക് ടാക്സ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ ഇൻകം എന്താണെന്നുള്ളത് സബ്സിക്വൻറ്റ് ചാപ്റ്റേഴ്സിലേക്കും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇൻകത്തുമ്പോൾ നമുക്ക് ഇൻകം ടാക്സ് ചാർജ് ചെയ്യാം. പിന്നെ അറിയേണ്ടത് എന്താണ്, നമുക്ക് നമ്മളുടെ ഇൻകം ടാക്സ് ആക്ട് നമ്മുടെ നാട്ടിലുള്ള റെസിഡൻഷ്യൽ ബേസ്ഡ് ടാക്സേഷൻ ആണ്. 2 ടൈപ്പാണ് റെസിഡൻസ്, 2-3 കാറ്റഗറി ഉണ്ട്. റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റ്, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആൻഡ് നോൺ റെസിഡന്റ്. അപ്പൊ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യയിലുള്ള ഇൻകം മാത്രമല്ല, അയാളുടെ ഗ്ലോബൽ ഇൻകം ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. നോൺ റെസിഡന്റ് ആയുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് മാത്രം ആള് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ഇൻകങ്ങളും പുറത്തുനിന്ന് ഏൺ ചെയ്യുന്ന ഇൻകം ആണെങ്കിലും ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഇൻകം ഇന്ത്യയിൽ ടാക്സബിൾ ആണ്. ഇതായിരുന്നു ബേസിക് ആയിട്ട് റെസിഡന്റും നോൺ റെസിഡന്റും അതേപോലെ നോട്ട് ഓർഡിനറി റെസിഡന്റും ടാക്സേഷന്റെ ഒരു ബേസിസ് ഉണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ഇത് കൂടാതെ ഒരു ഡീംഡ് അക്രൂവൽ ഓഫ് ഇൻകം ഉണ്ടായിരുന്നു. അത് ഒരു എക്സാമ്പിൾ പറയാവുന്നത്, വലിയ ഇന്റർനാഷണൽ കമ്പനികൾ, ഇപ്പോൾ ഒരു ഓട്ടോമൊബൈൽ കമ്പനിയാണ്, ഇപ്പോൾ മാരുതി സുസുക്കി എടുക്കാം. മാരുതി സുസുക്കി കമ്പനി സുസുക്കി ജപ്പാനിലേക്ക് റോയൽറ്റി കൊടുക്കും.
ഈ റോയൽറ്റി കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സുസുക്കി ജപ്പാനിലാണ്, അവിടെ ടാക്സബിൾ ആയിട്ടുള്ള ഒരു ഇൻകം. പക്ഷേ ഇൻകം ടാക്സ് ആയിട്ടുള്ള പ്രൊവിഷൻ എന്താ പറയുന്നത്, റോയൽറ്റി അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഇൻകം ഡീംഡ് ടു അക്രൂ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യയിൽ അക്രൂ ചെയ്യുന്നു എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഇന്ത്യയിൽ അതിന് ടാക്സ് കൊടുക്കണം. ആ സെക്ഷൻ കവർ ചെയ്യുന്നത് ഈ ചാപ്റ്റർ 2 തന്നെയാണ്. ഇത് കൂടാതെ ഒരു പാർട്ണർഷിപ്പ് ഫേം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതുപോലെ പാർട്ണർ റിട്ടയർ ചെയ്യുക, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഡിസോൾവ് ചെയ്യുക, അങ്ങനത്തെ സിറ്റുവേഷനിലേക്കും ക്യാപിറ്റൽ അക്കൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഒരാൾ പാർട്ട്ണർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന എമൗണ്ട് എക്സസ് ഉള്ള എമൗണ്ടിന് പാർട്ണർഷിപ്പ് ഫേം ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ആ ഒരു പ്രൊവിഷനാണ് സെക്ഷൻ 10 പറയുന്നത്. അപ്പൊ അതും ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് മുമ്പുള്ള ചാപ്റ്ററുകളിലൊക്കെ ഉള്ളത് തന്നെയാണ്. അത് പുതിയ ഇൻകം ടാക്സ് ആക്ടിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ 3 പറയുന്നത് നമുക്ക് ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഇൻകങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ്. ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഇൻകങ്ങളെയാണ് സെക്ഷൻ 10 തൊട്ടിട്ട് സെക്ഷൻ 13B വരെ പറഞ്ഞത്. ട്രസ്റ്റിന്റെ ഒക്കെ ഇൻകങ്ങൾ അവിടെയായിരുന്നു കവർ ചെയ്തിരുന്നത് പഴയതിൽ. ഇപ്പൊ ട്രസ്റ്റിന്റെ ഇൻകത്തിനെ ചാപ്റ്റർ 17ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ട്രസ്റ്റിന്റെ പ്രൊസീജിയേഴ്സും ചാപ്റ്റർ 17ലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഇൻകം വിച്ച് ഡു നോട്ട് ഫോം പാർട്ട് ഓഫ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സെക്ഷൻ 11, 12 എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ പല സെക്ഷൻസും പല കണ്ടീഷൻസും അഡീഷണൽ ആയിട്ട് ഒരു 6 ഷെഡ്യൂളുകളിലേക്ക് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. ഷെഡ്യൂൾ 2, ഷെഡ്യൂൾ 3, ഷെഡ്യൂൾ 4, ഷെഡ്യൂൾ 5, ഷെഡ്യൂൾ 6, ഷെഡ്യൂൾ 7, ഇത്രയും ഷെഡ്യൂളിലേക്ക് ഇൻകം ടാക്സ് ആക്ടിന്റെ ഭാഗമായിട്ട് ഷെഡ്യൂൾ ആക്ട് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് കാണാം ഈ ഷെഡ്യൂളുകൾ. ഈ ഷെഡ്യൂളിലേക്ക് പലതും ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ കുറേയും കൂടി നിങ്ങൾക്ക് അതവിടെ ക്ലാരിറ്റി, അവിടെ ടേബിൾസ് ഒക്കെ ആയിട്ടാണ് കൊടുത്തുള്ളത്. അപ്പൊ കുറേയും കൂടി നമുക്ക് മനസ്സിലാക്കാൻ കുറെ ഈസിനെസ് ഉള്ള രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ചാപ്റ്റർ 17ല് NPOസിന് മാത്രമായിട്ടാണ് വെച്ചുള്ളത്. അപ്പൊ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ട് ചാപ്റ്റർ 17 സെപ്പറേറ്റ് സെക്ഷൻ ആയിട്ടാണ് ഒരു 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 പാർട്ടായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രസ്റ്റുകളുടെ മുഴുവൻ അങ്ങോട്ട് ആ ചാപ്റ്ററിലേക്കാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻക്ലൂഡ് ചെയ്യാത്ത ഇൻകങ്ങൾ കണ്ടു. ഇനി നമുക്ക് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് ചാപ്റ്റർ 4 പറയുന്നത്. എങ്ങനെ നമ്മളുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാം. അതിനൊരു 5 ഹെഡ് ഓഫ് ഇൻകം ആണ് നമുക്ക് ഉള്ളത്. ഒന്ന് ഇൻകം ഫ്രം സാലറി. സാലറി എന്ന് പറഞ്ഞാൽ നോർമലി ഒരു സാലറിയുടെ ആള് കിട്ടുന്ന ഇൻകം ആണ് ഇൻകം ഫ്രം സാലറിയുടെ ഹെഡിൽ കാണിക്കുക. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന റെന്റൽ ഇൻകം റിസീവ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരുന്നത്. ഇൻകം അണ്ടർ ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ. ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് ബിസിനസ്സിലും ഞങ്ങളെ പോലുള്ള പ്രൊഫഷണൽസ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ വരുന്ന ഇൻകം പ്രൊഫഷന്റെ ഹെഡിന്റെ കീഴിലുമാണ് കാണിക്കുക. ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട്. ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ നമ്മളുടെ ക്യാപിറ്റൽ അസറ്റ്സോ. ക്യാപിറ്റൽ അസറ്റ്സ് പറഞ്ഞാൽ ഷെയർ പെടാം. നമ്മളുടെ ഒരു കമ്പനിയിലുള്ള ഷെയർ ഒരു ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇതൊക്കെ വിൽക്കുമ്പോൾ വരുന്ന ഗെയിൻ, അതിനെ ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുന്നത്. ആ അതെല്ലാം ടാക്സ് ചെയ്യുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ ഹെഡിലാണ്. ഇൻകം ഫ്രം അതർ സോഴ്സ് ഈ 4 ഹെഡിലും പെടാത്ത വേറെ ഏതെങ്കിലും ഇൻകം നമുക്ക് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചാപ്റ്റർ 4 കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകത്തിലാണ് ഇത് കവർ ചെയ്യുന്നത്. ഇത് പുതിയ ഇൻകം ടാക്സ് ആക്ടില് ചില ചേഞ്ചസ് ഒക്കെ ഉണ്ട്. ഡീറ്റെയിൽ ഹെഡ് വൈസ് പോകുന്ന സമയത്ത് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. പക്ഷെ മേജർ ചാപ്റ്ററിലൊന്നും ചേഞ്ച് ഇല്ല. ചാപ്റ്റർ ആസ് സച്ച് അതിനെ കണ്ടിന്യൂ ചെയ്യാണ്. അതിൽ ഹെഡ്സിൽ ഡിഡക്ഷൻസിലും കാര്യങ്ങളിലൊക്കെയും കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അപ്പൊ ഓരോ ഹെഡ്സിലും ഡിഡക്ഷൻസ് എന്തൊക്കെയാന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ ക്യാപിറ്റൽ ഗെയിനിലൊക്കെ എക്സംഷൻസും പറയുന്നുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ വേറെ വീട് മേടിച്ചു കഴിഞ്ഞാൽ എക്സംഷൻ കിട്ടും. അതുപോലെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എക്സംഷൻ കിട്ടും. അങ്ങനത്തെ എക്സംഷൻസും അതിൽ പറയുന്നുണ്ട്. അപ്പൊ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ടോട്ടൽ ഇൻകം നമുക്കായി. ഇനി ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടതുണ്ടോ? അതാണ് ചാപ്റ്റർ 5 പറയുന്നത്. നമ്മൾ വേറെ ഏതെങ്കിലും ആളുകളുടെ ഇൻകം നമ്മളുടെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ടോ? അതിലൊരു കേസാണ് മൈനർ ചൈൽഡ്. നമുക്കൊരു മൈനർ ചൈൽഡ് ഉണ്ട്. അപ്പൊ എനിക്കൊരു മൈനർ ചൈൽഡ് ഉണ്ട്. മൈനർ ചൈൽഡിന്റെ പേരിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. അതിൽ ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേരന്റിന്റെ കയ്യിൽ ആരുടെ കയ്യിലാണ് കൂടുതൽ ഇൻകം ആളുടെ കൂടെ ടാക്സ് ചെയ്യണം. അപ്പോൾ മൈനർ ചൈൽഡിന്റെ ഇൻകം നമ്മുടെ കൂടെ ക്ലബ് ചെയ്യുക. അപ്പൊ എന്റെ ടോട്ടൽ ഇൻകം വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് എന്റെ മൈനർ ചൈൽഡിന്റെ ഇൻകം കൂടിയും അതിൽ ആഡ് ചെയ്യും. ഇത് കൂടാതെ നമ്മളിപ്പോ എന്തെങ്കിലും അസറ്റുകൾ, എന്റെ മദറിന് ഞാൻ എന്റെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷെ ഞാൻ അതിലൊരു കണ്ടീഷൻ വെച്ചു, എനിക്കത് റിവോക്ക് ചെയ്യാം. എപ്പോൾ വേണമെങ്കിൽ റിവോക്ക് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ അസറ്റിൽ നിന്ന് വരുന്ന ഇൻകം എന്റെ ഇൻകം ആയിട്ടാണ് കണക്കാക്കുക. അതുപോലെ ഞാൻ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തില്ല, എന്റെ അമ്മയ്ക്ക് തന്നെ ഞാൻ ട്രാൻസ്ഫർ, പക്ഷെ എന്റെ ഇൻകം ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. അസറ്റിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകം
ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ ഇൻകം എൻ്റെ കയ്യിൽ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ചാപ്റ്റർ 5 പറയുന്നത്. അതിലും മേജർ ചേഞ്ചസ് ഇല്ല, സെക്ഷൻസിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ചേഞ്ചസുകൾ ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി ചാപ്റ്റർ 6 പറയുന്ന അഗ്രിഗേഷൻ ഓഫ് ഇൻകം ആൻഡ് സെറ്റ് ഓഫ് ഓർ ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ആണ്. ഈ ചാപ്റ്ററിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ ഇൻകം ടാക്സ് ആക്ടിൽ. ചാപ്റ്റർ 6 അഗ്രിഗേഷൻ ഓഫ് ഇൻകം, ചാപ്റ്റർ 7 സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഈ അഗ്രിഗേഷൻ ഓഫ് ഇൻകത്തിൽ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ്, അതുപോലെ അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അൺഎക്സ്പ്ലെയിൻഡ് മണി, അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ, ഇതൊക്കെയായിരുന്നു ആ അഗ്രിഗേഷൻ ഓഫ് ഇൻകത്തിൽ വരുന്നത്. നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ക്രെഡിറ്റ് ഉണ്ട്, ഒരു വരവ് നിൽക്കുന്നുണ്ട്. പക്ഷെ ആ വരവ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ അതിനെയാണ് അൺഎക്സ്പ്ലെയിൻഡ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റിന്റെ സോഴ്സ് പറയാൻ പറ്റുന്നില്ല. നമ്മളൊരു വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, ആ വീടിന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ടാക്സ് അടച്ച ഇൻകം ഇല്ല. അതിനൊക്കെയാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇങ്ങനത്തെ ഹെഡുകളൊക്കെയും കവർ ചെയ്യുന്നത് ചാപ്റ്റർ 6 ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളുടെ ഇൻകം ആയിട്ട് കണക്കാക്കും, നമ്മുടെ ടോട്ടൽ ഇൻകത്തിന്റെ കൂടെ അത് ഇൻക്ലൂഡ് ചെയ്യും. ഇനി ചാപ്റ്റർ 7 പറയുന്നത് എന്താണ്? ന്യൂ ഇൻകം ടാക്സ് ആക്ടിൽ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ആണ്. ഓരോ ഹെഡിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഡക്ഷൻസും എക്സംഷനും ക്ലെയിം ചെയ്തതിന് ശേഷം ലോസ് ആണെങ്കിൽ, ഇപ്പോ സാലറിയിൽ നോർമലി ലോസ് വരില്ല, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ലോസ് വരാം, ബിസിനസ് ഓർ ഇൻകത്തിൽ ബിസിനസ്സിലും വരാം, പ്രൊഫഷനിലും വരാം ലോസ്, അതുപോലെ ക്യാപിറ്റൽ ഗെയിനിലും ലോസ് വരാം. ഇങ്ങനെ ലോസ് ഉണ്ടെങ്കിൽ ഏതൊക്കെ ഹെഡായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം, ഏതൊക്കെ എത്ര കൊല്ലം നമുക്ക് അടുത്ത ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാം, ഇതൊക്കെയാണ് ഈ ചാപ്റ്റർ 7 പറയുന്നത്. ഇനി ചാപ്റ്റർ 7 പറയുന്ന ഡിഡക്ഷൻ. നമ്മൾ ഈ ടോട്ടൽ ഇൻകം ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തതിന് ഡിഡക്ഷൻസ് എന്തെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യുന്ന സെക്ഷൻ 8A തൊട്ടിട്ട് 8V വരെയുള്ളതാണ്. പുതിയ ആക്ടില് അത് 122 തൊട്ടിട്ട് 154 വരെയുള്ള സെക്ഷനിലാണ് അത് ക്ലെയിം ചെയ്യാവുന്നത്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സെക്ഷൻ ആയിരുന്നു. ഇപ്പൊ 80Cയിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പ്ലനേഷൻസും പ്രൊവിസോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലെ കണ്ടീഷൻസ് ഒക്കെയാണ് ഈ എക്സ്പ്ലനേഷൻസിലും പ്രൊവിസോഴ്സിലേക്കും പറയണ്ടായിരുന്നത് ക്ലെയിം ചെയ്യാനുള്ളത്. ഇപ്പൊ പുതിയ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊവിസോഴ്സും കണ്ടീഷൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷെഡ്യൂൾ 15ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ സെക്ഷൻ കുറേയും കൂടിയും ക്ലിയർ ആയി, സെക്ഷൻ വായിക്കാൻ നമുക്ക് കുറേയും കൂടി ഈസിയാണ്. പക്ഷെ അതിന്റെ മുമ്പുണ്ടായിരുന്ന പ്രൊവിഷൻസ് ഒക്കെ അതിലുണ്ട്, പക്ഷെ കണ്ടീഷനായിട്ട് ഷെഡ്യൂളിലാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് അതിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയാന്നുള്ളത്. അപ്പൊ കുറേയും കൂടി ഒരു ഈസിനെസ് ഉണ്ട് നമുക്കത് വായിക്കാൻ വേണ്ടിയിട്ട്. ഈ എക്സംഷൻ ചാപ്റ്റർ 6 എക്സംഷൻസ് ന്യൂ പ്രൊവിഷനിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകൾക്ക് ചില എക്സംഷൻസ് ഒഴിച്ച് ബാക്കി അധികം എക്സംഷൻസ് കിട്ടുകയില്ല. അത് അങ്ങനെ തന്നെയാണ് പുതിയ ഇതിലും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനിയിപ്പോ പുതിയ ഫിനാൻസ് ആക്ട് വരുമ്പോൾ ഈ ഇൻകം ടാക്സ് ആക്ടിലും ചെറിയ ചേഞ്ചസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ 1/4/2026 ഇത് ഇഫക്റ്റീവ് ആവണേക്കാൾ മുമ്പ് തന്നെ ചിലപ്പോൾ ചെറിയ അമെന്റ്മെന്റ്സ് ഈ സെക്ഷനുകളിൽ വന്നുകൂടാന്നില്ല. ഇനി ചാപ്റ്റർ 7B ആ സെക്ഷൻ ഓൾറെഡി അതിൽ ഒമിറ്റ് ചെയ്തു. പുതിയ ഇൻകം ടാക്സ് ആക്ടിലെ ചാപ്റ്റർ 7B ഇല്ല. പിന്നെ 6B. പിന്നെ ചാപ്റ്റർ 7 വരുന്നത് നമുക്കൊരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഉണ്ട്. അസോസിയേഷൻ ഓഫ് പേഴ്സണിൽ ഞാനൊരു മെമ്പറാണ്. പക്ഷെ അസോസിയേഷൻ മാക്സിമം മാർജിനൽ റേറ്റിലാണ് ടാക്സ് കൊടുക്കുന്നത്. മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30% പ്ലസ് സർചാർജ് ഇൻറ്റു സെസ്. അതാണ് ഓൾമോസ്റ്റ് ഹയസ്റ്റ് സർചാർജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു 37%ഓളം അത് വരും. അപ്പൊ MMRൽ ടാക്സ് കൊടുക്കുന്ന AOPയിൽ ഒരു മെമ്പറാണ് ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഷെയർ ഓഫ് ഇൻകം ടാക്സബിൾ അല്ല. അതാണ് ഈ ചാപ്റ്റർ 7 പറഞ്ഞിരുന്നത്. പക്ഷെ ഈ പുതിയ ഇൻകം ടാക്സ് ആക്ടിൽ ഇതിനെല്ലാത്തിനും കൂടിയിട്ട് ഒരു ചാപ്റ്റർ പിടിച്ചിരിക്കുന്നത് ചാപ്റ്റർ 17 എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിൽ സ്പെഷ്യൽ പ്രൊവിഷൻസിനെ എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഒരു സെർട്ടൻ പേഴ്സൺസ് ഈവൻ വേറെയുമുള്ള പല ചാപ്റ്ററുകളിലും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ചാപ്റ്റർ 17ലേക്കാണ് അതിനെ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ചാപ്റ്റർ 8ഉം ചാപ്റ്റർ 9ഉം റിബേറ്റ്സും റിലീഫ്സും ഡബിൾ ടാക്സേഷൻ റിലീഫാണ്. റിലീഫ്സ് വരുന്നത് നമുക്ക് സാലറി ഉള്ളവർക്കൊക്കെ റിലീഫ് ക്ലെയിം ചെയ്യുന്നത് നമുക്ക് കാണാറുണ്ട്. റിബേറ്റ്സ് ഒക്കെ പണ്ടുണ്ടായിരുന്നു, സെക്ഷൻ 88 റിബേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പഴയ ആക്ടിൽ ഉണ്ടായിരുന്നു. 88 റിബേറ്റ് ഒക്കെ ഇപ്പൊ പുതിയ ആക്ടിൽ ഒഴിവായി. അത് ഓൾറെഡി പഴയ ആക്ടിൽ തന്നെ അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പുതിയ ആക്ടിൽ അത് പിന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ
ആ റിബേറ്റ്സ് ഒന്നും ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തിട്ടില്ല. പക്ഷെ ഡബിൾ ടാക്സേഷൻ അവോർഡൻസ് എഗ്രിമെന്റിന്റെ റിലീഫ് എങ്ങനെ ക്ലെയിം ചെയ്യാം, സെക്ഷൻ 90-91 പറയുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെയും ടാക്സ് കൊടുക്കണം, ഇന്ത്യക്ക് ഏതെങ്കിലും വേറൊരു രാജ്യത്തിൽ അയാൾ റെസിഡന്റ് ആണെങ്കിൽ അവിടെയും ടാക്സ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡബിൾ ടാക്സേഷൻ റിലീഫ് ഉള്ളത്. അപ്പൊ ഡബിൾ ടാക്സേഷൻ റിലീഫ് എങ്ങനെ ക്ലെയിം ചെയ്യണം എന്നുള്ളതാണ് സെക്ഷൻ 90-91 പറഞ്ഞിരുന്നത്. അതിപ്പോ രണ്ടും കൂടി ചാപ്റ്റർ 11 എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്കാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ചാപ്റ്റർ 10 ഇന്റർനാഷണൽ ട്രാൻസ്ഫർ പ്രൈസിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്റർനാഷണൽ ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ പ്രൊവിഷൻസ് ഇൻകം ടാക്സ് ആക്ട് 2025 അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇന്റർനാഷണൽ ട്രാൻസ്ഫർ പ്രൈസിങ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിലുള്ള ഒരു അസോസിയേറ്റ് കമ്പനി, ആളുടെ പേരന്റ് കമ്പനി ഇന്ത്യക്ക് പുറത്താണ്, അവരായിട്ടുള്ള ട്രാൻസാക്ഷൻ ആംസ് ലെങ്തിലായിരിക്കണം. ആംസ് ലെങ്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ അൺകണക്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് എങ്ങനെയാണോ ട്രാൻസാക്ട് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കണം ഈ പാർട്ടിയായിട്ടും ട്രാൻസാക്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന് കുറെ ഡോക്യുമെന്റേഷനൊക്കെയും പറയുന്നുണ്ട്. അതാണ് ചാപ്റ്റർ 10 പറയുന്നത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻസ് ആണ്, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ആണ്, ഇന്റർനാഷണൽ ബിസിനസ് ഉള്ളവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ചാപ്റ്റർ 10A ഗാർ പ്രൊവിഷൻസ് ആണ് പറയുന്നത്, ജനറൽ ആന്റി അവോർഡൻസ് റൂൾ. നമ്മൾ എന്തെങ്കിലും ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുകയാണ്, ഈ അഗ്രിമെന്റ് ടാക്സ് ഇവേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടാക്സിന് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് ഇംപെർമിസിബിൾ അവോയ്ഡൻസ് അഗ്രിമെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അങ്ങനത്തെ സിറ്റുവേഷനിൽ ആ അഗ്രിമെന്റിന്റെ പ്രകാരമുള്ള ഇൻകങ്ങൾ നമ്മൾ ടാക്സ് എത്രയാണോ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചുള്ളത് ആ അഗ്രിമെന്റ് നൾ ആൻഡ് വോയിഡ് ആയിട്ട് കാണാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അത് ഈ ജനറൽ ആന്റി അവോയ്ഡൻസ് റൂൾ പുതിയ ഇൻകം ടാക്സ് ആക്ടിലും അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത് ഇത്തിരി അഡീഷണൽ പവേഴ്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും അസസിംഗ് ഓഫീസർക്കും കൊടുക്കുന്ന ഒരു പ്രൊവിഷനാണ്. അപ്പൊ അത് ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന, പക്ഷെ അധികം ഇത് ഉപയോഗിക്കാറില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്ലിക്കേഷൻ വളരെയധികം കൂടുതലായിരിക്കും. ചാപ്റ്റർ 11 അഡീഷണൽ ഇൻകം ടാക്സ് ഓൺ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, അത് 1/4/88 ഉടനെ ഇഫക്റ്റീവ് അല്ല. അപ്പൊ അതുകൊണ്ട് പുതിയ ഇൻകം ടാക്സ് ആക്ടിൽ ചാപ്റ്റർ 11 ക്യാരി ഓവർ ചെയ്തിട്ടില്ല. ചാപ്റ്റർ 12 പറയുന്നത് സ്പെഷ്യൽ കേസുകളിൽ നമ്മൾ ടാക്സസ് എങ്ങനെയൊക്കെയാണ് ചാർജ് ചെയ്യാന്നുള്ളത്. എന്തൊക്കെയാണ് സ്പെഷ്യൽ കേസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്യാപിറ്റൽ ഗെയിനുള്ള ടാക്സ് നമുക്കൊരു സ്പെഷ്യൽ കേസാണ്. അതുപോലെ ലോട്ടറി നമുക്കൊരു സ്പെഷ്യൽ ആയിട്ട് ടാക്സ് റേറ്റ് ആണ്. ക്യാപിറ്റൽ ഗെയിനിൽ 2-3 ടൈപ്പ് ടാക്സേഷൻ ഉണ്ട്, 111A, 112, അങ്ങനെ ഒരു 12.5% ഉണ്ട്, 20% ഉണ്ട്. അങ്ങനെ 2 റേറ്റുകൾ ക്യാപിറ്റൽ ഗെയിനിൽ പറയുന്നുണ്ട്. ലോട്ടറിയിൽ 30% ആണ് ലോട്ടറിയിൽ റേറ്റ് പറയുന്നത്. വെർച്വൽ ഡിജിറ്റൽ അസറ്റിലും 30% ടാക്സ് റേറ്റ് ഉണ്ട്. പിന്നെ ബെനിഫിഷ്യൽ ടാക്സേഷൻ ഇൻഡിവിജ്വൽസിനുള്ള 115BAC എന്ന് പറഞ്ഞ സെക്ഷനിൽ ഉണ്ടായിരുന്ന ബെനിഫിഷ്യൽ ടാക്സേഷൻ ആണ് ചാപ്റ്റർ 12 ഇതിപ്പോ പുതിയ ആക്ടിലെ ചാപ്റ്റർ 13 അത് കവർ ചെയ്യുന്നത്. കമ്പനികൾക്കും അതേപോലെ വലിയ ടേൺ ഓവർ ഇല്ലാത്ത കമ്പനികൾക്ക് 25% ടാക്സ് ആണ് കൊടുക്കേണ്ടി വന്നിരുന്നുള്ളൂ. അപ്പൊ അതും പറയുന്നത് ചാപ്റ്റർ 12 അത് ചാപ്റ്റർ 13 ഷിഫ്റ്റ് ചെയ്തുള്ളത്. അപ്പൊ ചാപ്റ്റർ 13 ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ഇൻ സ്പെഷ്യൽ കേസസ് ഇനി കവർ ചെയ്യുന്നത്. അതുപോലെ അനോണിമസ് ഡൊണേഷൻ കിട്ടുകയാണെങ്കിൽ, ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്കൊക്കെയും അനോണിമസ് ഡൊണേഷൻ കിട്ടുകയാണെങ്കിൽ അതിനും 30% ടാക്സ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു. റിലീജിയസ് ട്രസ്റ്റിന് ഇത് അപ്ലിക്കബിൾ അല്ല, പക്ഷെ ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് അനോണിമസ് ഡൊണേഷൻ കിട്ടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടാക്സ് ചെയ്യുന്ന പ്രൊവിഷനും കവർ ചെയ്യുന്നത് ഈ ചാപ്റ്ററിലായിരുന്നു. അൺഎക്സ്പ്ലെയിൻഡ് ഇൻകം നേരത്തെ പറഞ്ഞിരുന്നു, അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അതെല്ലാം കവർ ചെയ്യുന്നതിന്റെ ടാക്സേഷൻ കവർ ചെയ്യുന്നത് ചാപ്റ്റർ 12 അത് ചാപ്റ്റർ 13 ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ചാപ്റ്റർ 12 തൊട്ടിട്ട് ചാപ്റ്റർ 12FB വരെയുള്ളത് അതെല്ലാം ഒരുമിച്ച് ചാപ്റ്റർ 13 മൂവ് ചെയ്തത്. അപ്പൊ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സസ് ഇൻ സ്പെഷ്യൽ കേസസ്, ഇത്രയധികം ചാപ്റ്റേഴ്സ്, അതുകൊണ്ടാണ് ചാപ്റ്ററിന്റെ എണ്ണം വളരെയധികം കുറഞ്ഞുള്ളത്. ചാപ്റ്റർ 12 തൊട്ടിട്ട് ചാപ്റ്റർ 12FB വരെയുള്ളത്. അതിൽ ഒരു സെക്ഷൻ മാത്രമാണ്, ഒരു ചാപ്റ്റർ മാത്രമാണ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷന് റിലേറ്റ് ചെയ്തുള്ള ചാപ്റ്റർ മാത്രമാണ് വേറൊരു ചാപ്റ്റർ 17 പോയുള്ളത്. ബാക്കിയെല്ലാം ചാപ്റ്റർ 13 തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ചാപ്റ്റർ 12BC പറയുന്നത് ഫോറിൻ കമ്പനി റിലേറ്റഡ് റെസിഡന്റ് ഇൻ ഇന്ത്യ, ഫോറിൻ കമ്പനിയുടെ റെസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യയിലുള്ള കമ്പനികളുടെ ഇതാണ് ചാപ്റ്റർ 12BC പറയുന്നത്. അതും ചാപ്റ്റർ 13 തന്നെയാണ് കവർ ചെയ്തിട്ടുള്ളത്. ചാപ്റ്റർ 12C 1498 തൊട്ടിട്ട് അത് ഇഫക്റ്റീവ് ഇല്ല, അതുകൊണ്ട്
ഇത് വലിയ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ചാപ്റ്റർ 12D-യും 12DA-യും ഇത് രണ്ടും വരുന്നത് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഡിവിഡൻ ഡിസ്ട്രിബ്യൂഷൻ ടാക്സിന്റെ ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ അതൊക്കെ ഇപ്പൊ പിന്നീട് ഇപ്പോഴത്തെ 1961 ആക്ടിൽ തന്നെ ഇല്ലാണ്ടാക്കി. അപ്പോൾ ഒരാൾക്ക് ഡിവിഡൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടുന്ന സമയത്ത് അത് റിസീവ് ചെയ്യുന്ന ആള് ടാക്സ് അടയ്ക്കുന്ന സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിന്റെ ആവശ്യമില്ല. അതുപോലെ ബൈബാക്ക് ഓഫ് ഷെയർസിലും നമുക്ക് റിസീവ് ചെയ്യുന്ന ആൾക്കാണ് ഇപ്പൊ ടാക്സബിലിറ്റി ഉള്ളതുകൊണ്ട് അതിന്റെ കറസ്പോണ്ടിങ് പ്രൊവിഷൻ ഇൻകം ടാക്സ് ആക്ട് 2025 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. ചാപ്റ്റർ 12E ഇത് വരുന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻകത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സെക്യൂരിറ്റൈസേഷൻ ട്രസ്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ഷൻസ് ഇൻകം ടാക്സ് ആക്ട് 2025 ഇല്ല. ആ രണ്ട് ചാപ്റ്റേഴ്സ് എടുത്ത് മാറ്റി. ചാപ്റ്റർ 12EB അത് അക്രീറ്റഡ് ഇൻകം. ഈ 12EB മാത്രമാണ് നേരത്തെ ചാപ്റ്റർ 13 ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അത് ചാപ്റ്റർ 17 സെപ്പറേറ്റ് ആയിട്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ചാപ്റ്ററിൽ ഒരു പാർട്ട് ഇരിക്കുന്നുണ്ട്. ആ പാർട്ടിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാം ചാപ്റ്റർ 13 നമുക്ക് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ചെയ്യുന്നു, അത് വെഞ്ചർ ക്യാപിറ്റൽ കമ്പനീസിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ഇൻകത്തിന്റെ പ്രൊവിഷൻസ് എല്ലാം കവർ ചെയ്യുന്നത് ചാപ്റ്റർ 13 ഇനി ചാപ്റ്റർ 12FA പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ടാക്സ് ഓൺ ബിസിനസ് ട്രസ്റ്റും അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സും അതിന്റെ ഒക്കെ ഇൻകം ഏൺ ചെയ്യുന്ന എല്ലാം ചാപ്റ്റർ 13 മെർജ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഷിപ്പിംഗ് കമ്പനീസിന്റെ ഇൻകം അതിനും സ്പെഷ്യൽ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ. ടണ്ണേജ് ടാക്സേഷൻ എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. ടണ്ണേജ് ടാക്സേഷന്റെ പ്രൊവിഷൻസ് ചാപ്റ്റർ 17 സ്പെഷ്യൽ പ്രൊവിഷൻസിലേക്കാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ചാപ്റ്റർ 12H നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, പക്ഷെ പണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണത്. ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, ഇൻകം ടാക്സ് ഓൺ ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറയും. ഫ്രിഞ്ച് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസുമ ടാക്സ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ആയിരുന്നു. ചിദംബരം ഉണ്ടായിരുന്നപ്പോൾ കൊണ്ടുവന്ന പ്രൊവിഷനാണ്. പക്ഷെ അതിന് കറസ്പോണ്ടിങ് പ്രൊവിഷൻ ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ടിൽ ഇല്ല. പഴയ ഇൻകം ടാക്സ് ആക്ടിൽ തന്നെ അത് ഓൾറെഡി ഇല്ലാണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നമുക്ക് നിർത്തലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്തിരുന്നു. അപ്പൊ ആ ചാപ്റ്റർ ഇപ്പോൾ റിമൂവ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അത് ഇൻകം ടാക്സ് ആക്ടില് പുതിയ ഇൻകം ടാക്സ് ആക്ടില് അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇനി ചാപ്റ്റർ 13 ഇൻകം ടാക്സ് അതോറിറ്റീസ് ആരൊക്കെയാണ്, അവരുടെ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻകം ടാക്സ് അതോറിറ്റീസിന്റെ പവേഴ്സും ചാപ്റ്റർ 14 അതിന് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പേരിലാണ് പുതിയതിൽ അറിയപ്പെടുന്നത്. അപ്പോൾ പഴയ ആക്ടിൽ അത് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്നായിരുന്നു. ഇനി ചാപ്റ്റർ 14 പ്രൊസീജിയർ ഓഫ് അസസ്മെന്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പൊ ചാപ്റ്റർ 14 നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ ഇൻകം ടാക്സ് ആക്ടിൽ. അത് ചാപ്റ്റർ 15 ചാപ്റ്റർ 16 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പൊ റിട്ടേൺ ഓഫ് ഇൻകത്തിനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ചാപ്റ്റർ ആക്കി, അതുകൂടാണ്ട് പ്രൊസീജിയർ ഓഫ് അസസ്മെന്റിനെ സെപ്പറേറ്റ് ചെയ്ത് വേറൊരു ചാപ്റ്റർ ആക്കിയിട്ടാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ സെർച്ച് അസസ്മെന്റിന് വേണ്ടിയിട്ട് നമുക്കൊരു സെപ്പറേറ്റ് ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു. ആ പ്രൊസീജിയർ ഓഫ് അസസ്മെന്റിലേക്ക് തന്നെ ഇൻക്ലൂഡ് ചെയ്തു. അത് ബ്ലോക്ക് അസസ്മെന്റ് കൺസെപ്റ്റ് ആണ്. ബ്ലോക്ക് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ സെർച്ച് നടന്നുണ്ടെങ്കിൽ ആ ഒരു 4 കൊല്ലം 5 കൊല്ലം ഉണ്ടെങ്കിൽ 5 കൊല്ലത്തെയും കൂടിയിട്ട് ഒരുമിച്ച് അസസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. ആ മെക്കാനിസം നമുക്ക് ഈ പ്രൊസീജിയർ ഓഫ് അസസ്മെന്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി റിപ്പീറ്റേറ്റീവ് അപ്പീൽസ് ഒഴിവാക്കുന്നതിന് വേണ്ടി ചാപ്റ്റർ 14A ഒരു പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. റിപ്പീറ്റേറ്റീവ് അപ്പീൽസ് അസസി എന്നുള്ള രീതിയിൽ ഞാനൊരു അസസി ആണെങ്കിൽ എനിക്കും ഡിപ്പാർട്ട്മെന്റിനും ആ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കേരള ഹൈക്കോടതിന്റെയോ അല്ലെങ്കിൽ ഏതൊരു ഹൈക്കോർട്ട് ഓർഡറോ ഒരു സുപ്രീം കോർട്ട് ഓർഡറോ നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ ആ അനുകൂലമായിട്ടുള്ള ഓർഡറിന്റെ പ്രൊവിഷൻസ് നമുക്ക് അപ്ലിക്കബിൾ ആകാൻ നമുക്ക് ഒരു പ്രൊസീജിയർ പറയുന്നുണ്ടായിരുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും ചെയ്യാം, നമുക്കും ചെയ്യായിരുന്നു. അത് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തുള്ളത് ചാപ്റ്റർ 18 18 അപ്പീൽസ് റിവിഷൻ ആൻഡ് ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററിലേക്കാണ് അത് മാറ്റിയിട്ടുള്ളത്. ആ ചാപ്റ്ററിലാണ് അതിപ്പോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ലയബിലിറ്റി ഓഫ് ഇൻ സ്പെഷ്യൽ കേസസ്, നമുക്ക് ഒരു ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെ ലയബിലിറ്റി, അതുപോലെ റെപ്രസെന്റേറ്റീവ് അസസിയുടെ ലയബിലിറ്റി, AOP ട്രസ്റ്റുകളുടെ ടാക്സേഷൻ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുക, അതുപോലെ പാർട്ണർഷിപ്പ് ഫേമിന്റെ ടാക്സേഷൻ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുക, ഇതൊക്കെയാണ് ചാപ്റ്റർ 15 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെയിം നമുക്ക് ചാപ്റ്റർ 17 ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സർട്ടൻ പേഴ്സൺസ് എന്ന് പറഞ്ഞത് ഇതെല്ലാം ചാപ്റ്റർ 17 ഈ ഒരുപാട് സെക്ഷൻസ് ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ചാപ്റ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോൾ മേജർ ആയിട്ട് ഈ ചാപ്റ്റർ 17 എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചാപ്റ്റർ 16 സ്പെഷ്യൽ പ്രൊവിഷൻ അപ്ലിക്കബിൾ ടു ഫേംസ്, അതും നമുക്ക് ഫേംസിൽ എന്തെങ്കിലും റീകോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ സക്സഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൊവിഷൻസ് ആണ് ചാപ്റ്റർ 16 പറയുന്നത്. ഇതും നമുക്ക് ചാപ്റ്റർ 17 തന്നെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്.
ഇനി കളക്ഷനും റിക്കവറിയും, ടാക്സസിന്റെ കളക്ഷനും റിക്കവറി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ടി ഡി എസും ടി സി എസും എന്ന് പറയുന്നുള്ളത്, ഇത് ടി ഡി എസും ടി സി എസിലും മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് അതിന്റെ പ്രസന്റേഷൻ ആണ്. പണ്ട് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അതൊരു കുറേയും കൂടി നല്ല ടേബിൾസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആണ് പുതിയ ഇൻകം ടാക്സ് ആക്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് സെക്ഷനിലേക്ക് ആയിട്ട് അതിനെ കുറച്ചു. 393 എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ടി ഡി എസ് കവർ ചെയ്യുന്നുള്ളൂ. നമുക്ക് 194, 194A, 194 ഇങ്ങനെ 43 സെക്ഷനുകൾ ഉണ്ടായിരുന്നു. ആ സെക്ഷൻസ് എല്ലാം കുറച്ചിട്ട് 393 എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ടി ഡി എസ് പ്രൊവിഷൻ കവർ ചെയ്യുന്നത്. പക്ഷെ അതിന് സെപ്പറേറ്റ് ഒരു ഷെഡ്യൂൾസ് സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ടേബിൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഷെഡ്യൂൾ അല്ല, ഈ സെക്ഷൻ തന്നെ കുറച്ച് ടേബിൾസ് ഉണ്ട്. ഈ ടേബിൾസിൽ റെസിഡന്റ് ആയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ടി ഡി എസ് പിടിക്കേണ്ടത്, നോൺ റെസിഡന്റ് ആയുള്ള ആൾക്ക് എങ്ങനെയാണ് ടി ഡി എസ് പിടിക്കേണ്ടത്, അതുപോലെ തന്നെ ഡിഡക്ഷൻ വേണ്ടാത്ത സമയം എപ്പോഴൊക്കെയാണ്, അതൊക്കെയാണ് ടി ഡി എസിൽ കവർ ചെയ്യുന്നത്. അപ്പൊ കുറേ കൂടിക്കും ഈസിനെസ് ഉണ്ട് നമുക്ക് വായിക്കാൻ, അത് മനസ്സിലാക്കണം. സിമിലർ ആയിട്ട് തന്നെ ടി സി എസിന്റെ പ്രൊവിഷൻസിലും അതുപോലെ തന്നെ മാറ്റമുണ്ട്. ഒരു സെക്ഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തു. 394 എന്ന് പറഞ്ഞ സെക്ഷനിലേക്കാണ് ടി സി എസ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടി സി എസ് നമുക്ക് ഒരു ടേബിൾ ആർ ഫോമിൽ കിട്ടും, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് അതിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ റീഫണ്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ നമുക്ക് ചാപ്റ്റർ 19 റീഫണ്ട് ക്ലെയിം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ റീഫണ്ട് ആ ചാപ്റ്റർ 20 തന്നെയാണ്. 19 ആണ് ഇൻകം ടാക്സ് ആക്ട് 1961, പക്ഷെ ചാപ്റ്റർ 20 ആണ് ഇൻകം ടാക്സ് ആക്ട് 2025 റീഫണ്ടിനെ കുറിച്ച് പറയുന്നത്. റീഫണ്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യണം. പഴയ ഇൻകം ടാക്സ് ആക്ടിന്റെ 139 പുതിയ ഇൻകം ടാക്സ് ആക്ടിന്റെ 263 എന്ന് പറഞ്ഞ സെക്ഷനിലും റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻകം ടാക്സ് റീഫണ്ട് മേടിക്കാനുള്ള അവകാശമുള്ളൂ. ഇനി ചാപ്റ്റർ 19A സെറ്റിൽമെന്റ് ഓഫ് കേസസ് ആയിരുന്നു. 19A സെറ്റിൽമെന്റ് ഓഫ് കേസസിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉള്ള സമയത്ത് ഡിസ്പ്യൂട്ട് ഉള്ള ആളുകൾക്ക് ഈ സെറ്റിൽ ചെയ്യാൻ വേണ്ടി സെറ്റിൽമെന്റ് കമ്മീഷനെ അപ്രോച്ച് ചെയ്യായിരുന്നു. ഈ സെറ്റിൽമെന്റ് കമ്മീഷൻ ഇപ്പോൾ പുതിയ ഇൻകം ടാക്സ് ആക്ടിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല, ആ ചാപ്റ്റർ അങ്ങനെ തന്നെ ഒഴിവാക്കി. അപ്പൊ സെറ്റിൽമെന്റ് കമ്മീഷൻ ഇൻകം ടാക്സ് ആക്ട് 2025 ഇല്ല. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു, അതേപോലെ അഡ്വാൻസ് റൂളിംഗ് ഉണ്ടായിരുന്നു. ഈ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനൊക്കെ നോർമലി ഇന്റർനാഷണൽ ടാക്സേഷന് റിലേറ്റഡ് ആയിട്ടുള്ള DRP എന്ന് പറഞ്ഞുള്ള ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പാനൽ, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ കമ്മിറ്റി എന്ന് പറയാം. അപ്പൊ ഇന്റർനാഷണൽ ടാക്സേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അഡ്വാൻസ് റൂളിംഗ് ഇന്റർനാഷണൽ ടാക്സേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഈ രണ്ട് ചാപ്റ്ററും അതുപോലെ ചാപ്റ്റർ 10 അപ്പീൽസ് ആൻഡ് റിവിഷൻസും ഇതെല്ലാം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒറ്റ ചാപ്റ്റർ ആയിട്ട് ചാപ്റ്റർ 18 ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പീൽ, റിവിഷൻ ആൻഡ് ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് അതിനെ മെർജ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ചാപ്റ്റർ 20A കറസ്പോണ്ടിങ് ചാപ്റ്റർ ഇല്ല, അത് നമുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആവശ്യമില്ലാത്ത സെക്ഷൻസ് ആണ്, പിന്നീട് സബ്സിക്വന്റ് ആയിട്ട് റിമൂവ് ചെയ്തതാണ്. ഇനി ചാപ്റ്റർ 20B കവർ ചെയ്യുന്നത് നമ്മുടെ 269SS 269T 269ST എന്നുള്ള സെക്ഷൻസ് ഒക്കെയാണ്. 20,000 എബോവ് നമ്മൾ ഒരാളെ നിന്ന് ക്യാഷ് ആയിട്ട് ഒരു ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ലോൺ ആയിട്ടോ മേടിക്കാൻ പാടില്ല എന്നുള്ള പ്രൊവിഷനും, അതുപോലെ തന്നെ 2 lakhന് എബോവ് ക്യാഷ് ആയിട്ടോ ഒരു ട്രാൻസാക്ഷൻ അഗെയിൻസ്റ്റ് ഒരു ഈവന്റിന് അഗെയിൻസ്റ്റ് മേടിക്കാൻ പാടില്ല എന്നുള്ള സെക്ഷൻസ് ആണ് ഈ ചാപ്റ്റർ 10 പറഞ്ഞുള്ളത്. ഇതിൽ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൗണ്ടറാക്ട് ഇവേഷൻ ഓഫ് ടാക്സ് ഇവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇന്റൻഷൻ. പക്ഷെ പുതിയ ചാപ്റ്റർ ഇൻകം ടാക്സ് ആക്ട് 2025 ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ മോഡ് ഓഫ് പേയ്മെന്റ് ഇൻ സർട്ടൻ കേസസ് എന്ന് മാത്രം ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ആ ചാപ്റ്ററിന്റെ ഇന്റൻഷൻ അവിടെ ക്ലിയർ ആക്കിയില്ല. അതിനൊരു റീസൺ ഉണ്ടായിരിക്കാം. പലപ്പോഴും പല കേസുകളിലും അസസിക്ക് അനുകൂലമായിട്ടുള്ള കുറെ വിധികൾ വന്നിട്ടുണ്ട്. ഈ കൗണ്ടർ ആക്ടിവേഷൻ ഓഫ് ടാക്സ് എന്നുള്ള ആ ഇവേഷൻ ഓഫ് ടാക്സ് ഇല്ലെങ്കിൽ ഇതിന് ഈ അപ്ലിക്കബിലിറ്റി എങ്ങനെയാന്നുള്ള ഒരു കേസുകൾ കുറെ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാനാണ് മോഡ് ഓഫ് പേയ്മെന്റ് സർട്ടൻ കേസസ് എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ അതിന് പേര് വെച്ചിട്ടുള്ളൂ. ചാപ്റ്റർ 20C കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചാപ്റ്റർ ഇൻകം ടാക്സ് ആക്ട് 2025 ഇല്ല. അതുപോലെ ചാപ്റ്റർ 21 ആൻഡ് 22 ഇതിൽ പറഞ്ഞത് പെനാൽറ്റീസ് ഇമ്പോസിബിളും ഒഫൻസസ് ആൻഡ് പ്രോസിക്യൂഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 269SS 269T എന്ന് പറഞ്ഞ സെക്ഷനിലും പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഈ പെനാൽറ്റീസിൽ പറയുന്നത്. ഈ സെക്ഷൻ മാത്രമല്ല, ഇൻകം ടാക്സ് ആക്ടിൽ ഏതൊക്കെ പ്രൊവിഷൻസിന് വയലേഷൻ ഉണ്ടോ അതിനൊക്കെയും പെനാൽറ്റി ഉണ്ടെങ്കിൽ അതെല്ലാം കവർ ചെയ്യുന്ന ഈ പെനാൽറ്റീസിന്റെ സെക്ഷനിലാണ്. അപ്പൊ പെനാൽറ്റി എന്തൊക്കെയാണെന്നുള്ളത് എങ്ങനെയൊക്കെ കമ്പ്യൂട്ട് ചെയ്യാം, അതിലെന്തെങ്കിലും റീസണബിൾ കോസ്റ്റ് ഉണ്ടെങ്കിൽ പെനാൽറ്റി എങ്ങനെ ഒഴിവാക്കാം, ഈ കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിലാണ് കവർ ചെയ്യുന്നത്. പിന്നെ ഒഫൻസസും പ്രോസിക്യൂഷൻ ഏതൊക്കെ ഒഫൻസുകൾക്കാണ് വരുന്നത്, പ്രോസിക്യൂഷൻ വരാന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെന്റ് ഉള്ള കേസുകൾക്കാണ് പ്രോസിക്യൂഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊക്കെ ഒഫൻസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചാപ്റ്റർ 22 കവർ ചെയ്യുന്നത്. ചാപ്റ്റർ 22 തന്നെയാണ് പുതിയ ഇൻകം ടാക്സ് ആക്ടിലും അത് കവർ ചെയ്യുന്നത്.
ഇനി ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, മിസ്ലേനിയസ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്റർ 13. ഈ 23, ചാപ്റ്റർ 23. അപ്പൊ ചാപ്റ്റർ 23 രണ്ട് സെക്ഷൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിൽ ഒരു സെക്ഷൻ 535 റിമൂവൽ ഓഫ് ഡിഫിക്കൽറ്റിയും, അടുത്ത സെക്ഷൻ 536 റിപ്പീൽസ് ആൻഡ് സേവിങ്സും. ഇതിൽ മേജർ ഇമ്പാക്ട് എന്താ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഈ ഇൻകം ടാക്സ് ആക്ടിലെ ഏതെങ്കിലും ഒരു സെക്ഷൻ നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും റൂൾസ് അതിന് കണക്റ്റഡ് ആയിട്ട് നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നതാണ് സെക്ഷൻ 535 റിമൂവൽ ഓഫ് ഡിഫിക്കൽറ്റി സെക്ഷൻ. ഇനി സെക്ഷൻ 536 റിപ്പീൽസ് ആൻഡ് സേവിംഗ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, 1961 ആക്ട് ഈ 1/4/26 കൂടി റിപ്പീൽഡായി, ഇൻകം ടാക്സ് ആക്ട് നിലവിലില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കുള്ള സംശയങ്ങൾ വെച്ചാൽ പല നോട്ടീസസ് നമുക്ക് നേരത്തെ വന്നിട്ടുണ്ട്. നോട്ടീസസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവാം 1961 ആക്ടിലായിരിക്കും, പക്ഷെ അതിന്റെയൊക്കെ കംപ്ലീഷൻ കഴിഞ്ഞിട്ടില്ല, അസസ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ നമുക്കത് എങ്ങനെ പുതിയ ഇൻകം ടാക്സ് ആക്ടിൽ അത് എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇനി അല്ലെങ്കിൽ പുതിയ നോട്ടീസുകൾ പുതിയ ഇൻകം ടാക്സ് ആക്ടിൽ അയക്കേണ്ട ആവശ്യമുണ്ടോ, ഇതൊക്കെ ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അത് ക്ലാരിഫൈ ചെയ്യാൻ കൂടിയിട്ടാണ് ഈ റിപ്പീൽസ് ആൻഡ് സേവിങ്സിൽ പറയുന്നത് എന്തൊക്കെ ആക്ഷൻസ് മുമ്പത്തെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എടുത്തിട്ടുണ്ടോ, പുതിയ ഇൻകം ടാക്സ് ആക്ടില് അത് കോൺട്രഡിക്ടറി അല്ലെങ്കിൽ, അത് ഇൻകൺസിസ്റ്റന്റ് അല്ലെങ്കിൽ, അത് പുതിയ ഇൻകം ടാക്സ് ആക്ടിലും അതെല്ലാം കണ്ടിന്യൂ ചെയ്യും. അപ്പോ നോട്ടീസ് പുതുതായിട്ട് അയക്കേണ്ട ആവശ്യമില്ല, പഴയ ഇൻകം ടാക്സിൽ അയച്ച നോട്ടീസ് തന്നെ ഇവിടേക്കും കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പഴയ ഇൻകം ടാക്സ് ആക്ടില് 1961 ഇൻകം ടാക്സ് ആക്ടില് ഒരുപാട് നോട്ടിഫിക്കേഷൻസും ഇൻസ്ട്രക്ഷൻസും ഡയറക്ഷൻസും ഓർഡേഴ്സും റൂൾസും സ്കീംസും ഒക്കെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെയും എന്തായിരിക്കും ഈ നോട്ടീസിനൊക്കെ ഉണ്ടാവാം. പഴയ ഇൻകം ടാക്സ് റിപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ടീസസും ഈ ഓർഡേഴ്സും എല്ലാതും പുതുതായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻകം ടാക്സിലെ റിപ്പീൽസ് ആൻഡ് സേവിങ്സ് പ്രൊവിഷനിൽ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ITA ആക്ടില് പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 ഇൻകൺസിസ്റ്റന്റ് അല്ലാത്ത എല്ലാ സർക്കുലേഴ്സും എല്ലാ ഡയറക്ഷൻസും എല്ലാ ഇൻസ്ട്രക്ഷൻസും എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ റൂൾസും പുതിയ ഇൻകം ടാക്സ് ആക്ടിലും കണ്ടിന്യൂ ചെയ്യും. ഇതിൽ നാളെ ലിറ്റിഗേഷൻ വരാൻ ഒരുപാട് ചാൻസസ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞുള്ളത്. നമുക്ക് റിപ്പീൽസും റിവിഷനും ഏത് ആക്ട് വന്നാലും അതിലുണ്ടാവുന്ന ഒരു പ്രൊവിഷനാണ്. ഇപ്പൊ GST ആക്ട് വന്നപ്പോഴും ഈ റിപ്പീൽസ് ആൻഡ് റിവിഷൻ സെക്ഷൻസിൽ ഒരുപാട് ലിറ്റിഗേഷൻ വന്നുള്ള ഒരു ഏരിയ നമുക്ക് ഇൻകം ടാക്സ് ആക്ടിലും നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. ഇത്രയാണ് നമുക്ക് ഇൻകം ടാക്സിൽ ഉള്ള മേജർ ചാപ്റ്റേഴ്സ്. ഷെഡ്യൂൾസ് 26ഉം 23യും ഷെഡ്യൂൾ 14 ഷെഡ്യൂൾസ് കഴിഞ്ഞ ഇൻകം ടാക്സ് ആക്ടിലും ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എടുത്തു പോകാം. ഇതിപ്പോ നമുക്കൊരു ബ്രീഫ് ഇൻട്രോ എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രസന്റേഷൻ ഞാൻ എടുത്തുള്ളത്. നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് മനസ്സിലാക്കാനും അതെങ്ങനെയാണ് ചാപ്റ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പോ ഇവിടെ നമ്മുടെ ഈ സെഷൻ ഇതോടുകൂടി അവസാനിക്കുകയാണ്.